ഖത്തർ കൊയിലാണ്ടി മുസ്ലിം ജമാഅത്ത് നടത്തി വന്നിരുന്നു. ഈ സംഘടനയുടെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ. കാലാനുസൃതമായി കൊയിലാണ്ടി മുസ്ലിം ജമാഅത്ത് ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ എന്ന് പുനർനാമകരണം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സംഘടനയിൽ 120-ൽ പരം മെമ്പർമാരുണ്ട്. അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നാട്ടുകാരായ നമ്മൾക്കും അഭിമാനമുണ്ട്. മറ്റ് ഗൾഫ് നാടുകളിലെ കൊയിലാണ്ടി മുസ്ലിം സംഘടന അപേക്ഷിച്ച് ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ എല്ലാ മേഖലകളിലും അവരുടെ ഉന്നമനത്തിനു വേണ്ടി അവരുടെ എല്ലാ തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനവും ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, മേലിലും കൂടുതൽ മേഖലകളിലേക്ക് നമ്മുടെ പ്രവർത്തനം വിപുലീകരിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ സഫലീകരിച്ചു തരുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു മനസ്സോടെ സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിച്ചാൽ എല്ലാറ്റിനും തക്കതായ പരിഹാരം കാണാൻ നമുക്ക് സാധിക്കും. മാറി മാറി വരുന്ന സംഘടന ഭാരവാഹികളുടെ ആത്മാർത്ഥമായ അശ്രാന്ത പരിശ്രമങ്ങളും നാട്ടുകാരുടെ ആത്മാർത്ഥമായ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളുമാണ് ഖത്തർ മുസ്ലിം അസോസിയേഷൻ്റെ മുതൽക്കൂട്ട്. ഇനിമേലിലും എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും മറ്റു നിർലഭമായ സഹകരണ സംഘം നമുക്ക് സംഘടനയ്ക്ക് അനിവാര്യമാണ്. ഭാവിയിൽ കൂടുതൽ യുവാക്കൾക്ക് സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ അവസരം കൊടുക്കണം. ഇവർ നമ്മുടെ സംഘടനയുടെ ഭാവി വാഗ്ദാനങ്ങളായിരിക്കും. മേലിനെയും പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിന് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ സഫലീകരിച്ചുമാകട്ടെ. ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ സമൂഹത്തിലെ ഒരു നല്ലൊരു നായികല്ലായി മാറട്ടെ എന്നും ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ഭാരവാഹികളുടെയും യുവാക്കളുടെയും നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ അസോസിയേഷൻ്റെ കരുത്തും ഊർജ്ജവും. തുല്യമായ അർപ്പണ മനോഭാവമുള്ള നമ്മുടെ അസോസിയേഷൻ്റെ നാട്ടിലെ കോർഡിനേറ്റർമാരായ എസ് കെ ഹംസ, എം പി മൊയ്തീൻകുട്ടി, വി മൂസ എന്നിവരെ എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങളാണ്. നാട്ടിൽ ഇവരുടെ സേവനം അസോസിയേഷൻ്റെ വളരെ വിലപ്പെട്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒത്തുചേരൽ, ഈ ഒരു സ്നേഹസംഘം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭൂതിയാണ്. നമ്മളെ വിട്ടുപിരിഞ്ഞ സംഘടന മുൻകാല സാരഥികളുടെയും മെമ്പർമാരുടെയും സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും പരലോക ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികൾക്കും മെമ്പർമാർക്കും ഈ സ്നേഹസംഘം പ്രോഗ്രാം ഭാരവാഹികൾക്കും നാട്ടുകാർക്കും സഹോദരി സഹോദരന്മാർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അസ്സലാമു അലൈക്കും. നന്ദി TP അബൂബക്കർ സാഹിബ്. അടുത്തതായിട്ട് ഈ വേദിയിൽ ആശംസാ പ്രസംഗം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ആശംസാ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് എൻ മുഹമ്മദ് അലി സാഹിബ് അവർകളെ ക്ഷണിച്ചുകൊള്ളൂ. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അതിഥികളെ, നാട്ടുകാരായിട്ടുള്ള എൻ്റെ സഹോദരന്മാരെ, കൊച്ചു കുഞ്ഞുങ്ങളെ, സമയപരിമിതി നേരത്തെ തന്നെ ഫാറൂഖും അവതാരകനും സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങും. ഏറിയാൽ 2-3 മിനിറ്റ് മാത്രം, കൂടുതൽ താമസിപ്പിക്കില്ല. ഖത്തറിലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന എനിക്ക് ഇത്തരം ധാരാളം വേദികളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അങ്ങേയറ്റം ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. അതിൽ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. ഞാൻ വളർത്തിയ കുഞ്ഞ് ഇന്ന് വളർന്ന് ഇത്രത്തോളം വളർന്നു കാണുമ്പോൾ എനിക്ക് അങ്ങേയറ്റം ആദരവും ബഹുമാനവുമാണുള്ളത്. പിന്നെ ഇവിടെ നേരത്തെ മുസ്തഫയൊക്കെ പറഞ്ഞതിലുള്ള 1-2 മിസ്റ്റേക്കുകൾ മാത്രം എടുത്തു കാണിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ രൂപം കൊണ്ടിട്ട് 36 വർഷമൊന്നും ആയിട്ടില്ല. ഞങ്ങളൊക്കെ ഇവിടെ വന്നിരുന്ന സമയത്ത് ഖത്തർ കൊയിലാണ്ടി മുസ്ലിം ജമാഅത്തായിരുന്നു. നമ്മുടെ ഇടയിലുള്ള നിസാറിൻ്റെ ഉപ്പ PP മുഹമ്മദ് കയും KP ഇമ്പിച്ച് മമ്മുവും മരിച്ചുപോയ കുഞ്ഞിക്കോയ ഉമ്മർ തുടങ്ങിയവരൊക്കെ ചേർന്നിട്ടുള്ള ഖത്തർ കൊയിലാണ്ടി മുസ്ലിം ജമാഅത്ത്. അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് ധാരാളം കൊയിലാണ്ടിയിൽ നിന്ന് ധാരാളം ആളുകൾ കുടിയേറി തുടങ്ങി. ആ സമയത്ത് 1980 ജനാബ് മർഹൂം PV മുഹമ്മദ് സാഹിബ്
ഇവിടെ സന്ദർശിച്ചപ്പോൾ ഖത്തർ കൊയിലാണ്ടി മുസ്ലിം അസോസിയേഷൻ എന്ന ഒരു സംഘടനയ്ക്ക് രൂപം നൽകുകയും വളരെ നല്ല രീതിയിൽ കുറേ കാലം ആ സംഘടന പ്രവർത്തിച്ചു പോരുകയും ധാരാളം കാര്യങ്ങൾ സാമ്പത്തികമായും അല്ലാതെ നാട്ടുകാർക്ക് ചെയ്യാനും സാധിച്ചു. എന്തുകൊണ്ടോ കുറേ കാലങ്ങൾക്ക് ശേഷം ആ സംഘടനയും നിർജ്ജീവമായി പോവുകയാണുള്ളത്. ആ ഒരവസ്ഥ വന്നപ്പോൾ ഞാനും അന്ന് ദോഹയിലുണ്ടായിരുന്ന ഇപ്പോഴുണ്ട് എന്നീ അസീസുമൊക്കെ ചേർന്ന് വീണ്ടും അതൊന്ന് പുനരുദ്ധരിക്കാൻ ശ്രമിക്കുകയും ഇപ്പോഴത്തെ പ്രസിഡന്റ് KV മുഹമ്മദ് അലി, മരിച്ചുപോയ മൊയ്തു, ഇങ്ങനെ MP മുസ്തഫ, ഇങ്ങനെ കുറേ ആളുകളുടെ പരിശ്രമ ഫലമായി ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകുകയും ഇന്നീ കാണുന്ന സംഘടനയുടെ ഉത്ഭവം അതായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ കൂടുതൽ നീട്ടുന്നില്ലെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും 1-2 കാര്യങ്ങൾ കൂടി മാത്രം. ഇന്ന് ഈ കാണുന്ന ഖത്തറിൻ്റെ വികസന ചരിത്രമൊന്നും ഞങ്ങൾ വന്നിരുന്ന ഈ 30 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നില്ല. വല്ലാതെ പിടിച്ച് ഇടുങ്ങിയ റോഡുകളും പഴയ ബിൽഡിങ്ങുകളായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിരുന്നത്. ഞാൻ ബോംബെ വഴിയാണ് ഖത്തറിലെത്തിയത്. 2 ദിവസം ബോംബെയിൽ താമസിച്ചിരുന്നു. ആ സമയത്ത് ബോംബെ കാണിക്കുകയായിരുന്നു എൻ്റെ ഏജൻറ്റ് TV മുഹമ്മദ് ചെയ്തുകൊണ്ടിരുന്നത് ഈ 2 ദിവസം. അപ്പോൾ ബോംബെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഞാൻ വിചാരിച്ചു, പഠിച്ചവനെ ബോംബെ ഇത്ര, ഇനി ഖത്തറിൽ എത്ര ആയിരിക്കും? ഖത്തറിൽ ചെല്ലുമ്പം ബോംബെ ഇത്ര ആണെങ്കിൽ പിന്നെ ഖത്തർ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതിൻ്റെ നേരെ വിപരീതമാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഇന്ന് ഖത്തർ അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നവരിൽ കൂടുതൽ ആളുകളും ഈ 2000-ന് ശേഷം, അതായത് 21-ാം നൂറ്റാണ്ടിൽ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളവരാണ്. നിങ്ങളെല്ലാവരും ഭാഗ്യവാന്മാരാണ് മക്കളെ. മാത്രമല്ല നിങ്ങളെല്ലാവർക്കും ഇന്ന് നാട്ടിൽ നിന്ന് തന്നെ വിദ്യാഭ്യാസപരമായും ടെക്നിക്കൽ പരമായുമൊക്കെ ഇവിടെ അഭ്യസിച്ച് വന്നതിൻ്റെ പേരിൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വർക്കുകളും പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നുണ്ട്. അത് മേലിലും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് ഈ അവസരം നൽകിയ കമ്മിറ്റി ഭാരവാഹികളോട് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി മുഹമ്മദ് അലി സാഹിബ്. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുകയാണ്. എല്ലാവരും അക്ഷമരാണ് എന്നറിയാം. 2 മിനിറ്റ് കൂടി നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. അടുത്തതായിട്ട് 2 വാക്കിൽ ആശംസാ പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് എന്നീ അബ്ദുൽ സമദ് സാഹിബ് അവറുകളെ ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, സമയപരിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാനൊന്നും തന്നെ പറയുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇവിടെ നമ്മുടെ ഉപഹാരം സ്വീകരിച്ചിട്ടുള്ള 30 വർഷത്തിലധികം പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആശംസ പറയുക എന്നുള്ളതാണ്. കൂടാതെ തന്നെ നമ്മോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിയാതിരുന്ന ബഹുമാനപ്പെട്ട MP മുസ്തഫ സാഹിബ്, അതുപോലെ എന്നീ അബ്ദുൽ അസീസ് സാഹിബ് എന്നിവർ നിങ്ങളോടെല്ലാവരോടും അവരുടെ സ്നേഹാദരവുകൾ അറിയിക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ കാര്യം നിങ്ങളോട് ഉണർത്തുകയാണ്. എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഒരു വിശിഷ്ട അതിഥിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരുപക്ഷെ നന്നായി പരിചയമുണ്ടാകും. നമ്മുടെ കൊയിലാണ്ടിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഡോക്ടർ റീനയാണ്. ശ്രീമതി ഡോക്ടർ റീന അവറുകളെ ഈ വേദിയിലേക്ക് 2 വാക്ക് ആശംസാ പ്രസംഗം നടത്താൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കൊയിലാണ്ടിയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ, ജീവിതം കൊണ്ട് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനം കൊണ്ട് ആദരിക്കപ്പെടുകയും ചെയ്ത മഹത് വ്യക്തികളെ, ഞാനിവിടെ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എന്തായാലും എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കൊയിലാണ്ടി ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്ത കാലത്ത് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ തറച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാണ് എനിക്ക് കൊയിലാണ്ടിയിലുള്ള എല്ലാവരും. അപ്പം അതുപോലെ തന്നെ ഈ ഒരു സ്നേഹ സംഗമത്തിന് എൻ്റെ എല്ലാവിധ
ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ ചേർക്കാൻ പറ്റിയ ഒരു നിമിഷമായിട്ട് ഞാനിതിനെ വ്യാഖ്യാനിക്കുകയാണ്. നിർത്തട്ടെ. വളരെയേറെ നന്ദി ശ്രീമതി ഡോക്ടർ റീന. അടുത്തതായിട്ട് ഈ ആശംസാ പ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനിടയിൽ നമുക്കറിയാം, നമ്മൾ വളരെയേറെ സന്തോഷത്തിലുള്ള ആഹ്ലാദ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ എല്ലാവരും ഉള്ളത്. എന്നാൽ നമ്മുടെ ഈ വേദിയിൽ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട കുറേ വ്യക്തിത്വങ്ങളുണ്ട്. നമുക്കറിയാം, MP മുസ്തഫ സാഹിബ് കൊയിലാണ്ടിയുടെ ജീവനാഡിയാണ് അദ്ദേഹം. കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ കമ്മിറ്റിയുമായിട്ട് മുസ്തഫയ്ക്കയുടെ ബന്ധം ഞാനിവിടെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ജനറൽ സെക്രട്ടറിയെ ഇപ്പോൾ അദ്ദേഹം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശംസാ സന്ദേശം ഇവിടെ കൈമാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ NE അബ്ദുൽ അസീസ് സാഹിബ്, അതുപോലെ തന്നെ MT ഹമീദ് സാഹിബ്, UA മുഹമ്മദ് കുഞ്ഞി സാഹിബ്, CV അബ്ദുറഹ്മാൻ, സയ്യിദ് ഇബ്രാഹിം ബാഫക്കി, ബഹുമാനപ്പെട്ട താഹിർ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ വേദിയിൽ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളായിരുന്നു. അധിക ആളുകളും നാട്ടിലാണ്. അവരെല്ലാം തന്നെ ഇപ്പോൾ കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള ഇതിൻ്റെ പ്രവർത്തകരെ വിളിച്ച് നമ്മളോട് എല്ലാവരോടും അന്വേഷണവും സ്നേഹാദരവും എല്ലാം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ കൊയിലാണ്ടിയരെയും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇവരുടെ എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും. അടുത്ത പരിപാടി നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് കാപ്പാടിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ഒരു കാര്യവുമില്ല. ആസിഫ് കാപ്പാടിനെ അറിയാത്ത ആളുകൾ മലയാളിയായിട്ട് ഇന്ന് കേരളത്തിൽ ചെറിയ കുട്ടികൾക്ക് വരെ അറിയാം ആസിഫ് കാപ്പാട് ആരാണെന്ന്. നമ്മുടെ നാടിൻ്റെ പെരുമയും മഹത്വവും വളരെയേറെ ഉന്നമനത്തിലെത്തിച്ച, ലോകം മുഴുവനും എത്തിച്ച പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ട് കലാകാരൻ ആസിഫ് കാപ്പാട്. മൊയ്ലാഞ്ചി എന്ന വളരെ പോപ്പുലറായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ, അതിൻ്റെ ഫൈനലിൽ വിജയിയായ ആസിഫ് കാപ്പാട് ഇന്ന് നമുക്കൊപ്പമുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാവുന്നതാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ ആദരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന് സ്നേഹോപഹാരം നൽകുന്നത് ഖത്തർ കൊയിലാണ്ടി മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഉമർ ഫാറൂഖ് അവറുകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആസിഫ് കാപ്പാടിന് സ്നേഹോപഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഉമർ ഫാറൂഖ് അവറുകൾ വളരെയേറെ സന്തോഷം, നന്ദി രേഖപ്പെടുത്തുകയാണ്. ആസിഫ് നമ്മോട് 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷമുണ്ട്. ഒരാഴ്ചത്തോളമായി ഞാൻ ഖത്തറിൽ. ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ താലൂക്ക്, എൻ്റെ നാട്ടുകാർ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് എന്നെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എൻ്റെ നാട്ടുകാർക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ എനിക്ക് ഒരുപാട് വർഷത്തെ കഠിന അധ്വാനത്തിൻ്റെ ഫലമായാണ് ഇങ്ങനെയൊരു അവാർഡ് എനിക്ക് ലഭിച്ചത്, മൈലാഞ്ചിയിൽ 1-ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചത്. അതിന് കാരണമായ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പിന്നെ ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് മുസ്തഫമാർ ഇവിടെയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഷാലിമാർ, മുസ്തഫ, പിന്നെ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ആരും പുറമേയുള്ള ആളുകളൊന്നുമല്ല. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക് ഇവിടെ. ഇപ്പോൾ ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകില്ല എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരുപാട് സൗഹൃദങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നത്തേതോടുകൂടി അതിലും കൂടുകയാണ്. ഒരുപാട് സന്തോഷം. പിന്നെ ഈ ഇതിനുശേഷം പ്രോഗ്രാമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായ പ്രോത്സാഹനം ഞങ്ങൾ ഓരോ കലാകാരന്മാർക്കും നിങ്ങൾ
നൽകണം എന്ന് പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരോട് ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി ആസിഫ്. ഈ ചടങ്ങ്, ഈ മഹത്തായ ചടങ്ങ്, ഈ മഹനീയമായ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. നന്ദി, നമസ്കാരം. ആരാധ്യനേ ചൊല്ലിടാം ഞാൻ നിൻ മദ്ഹുകൾ. റാഹിമും നീ റാസിക്കും നീ പാടും നിദാ ജ്ഞാനബദാനങ്ങൾ. Rahim
വജ്രന്റെ തുടിപ്പിലും കാണാം അവരെ കരവിരുത് മകരിവിൻ കവിളിലും കാണാം മായാത്ത നിറവ് വാനിൽ വിധാനിച്ച പൂക്കൾ വലിയവരെ തെളിവ് ഉയർന്ന വാക്കാൻ എല്ലാം പടച്ചോരെ കാരുണ്യ പൂർണ്ണനിർവീക്ഷണേ അല്ലാഹുദേയ ആരാധനേ ചൊല്ലിടാം ഞാൻ നിൻ മധുകൾ രാഗിമുന്നേ കാസിമുന്നേ പാടും നിദാനവതാരങ്ങൾ അല്ലാഹുദേയ ആരാധനേ യാ അടുത്ത ഗാനം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട മാപ്പിളപ്പാട്ടിലെ ഗായകൻ കണ്ണൂർ ഷെരീഫ് ആലപിച്ച ഒരു ഗാനമാണ്. എൻ്റെ ജഡ്ജ് കൂടിയായിരുന്ന ഇക്കാൻ്റെ പാട്ടാണ് അടുത്ത് പാടുന്നത്. ആറ്റൽ നബിയുടെ മകൾ ഫാത്തിമ എന്ന ഗാനമാണ്. ഈ ഗാനത്തിന് എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ കൊയിലാണ്ടി അടുത്ത മാടാക്കര സ്വദേശിയായി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ സിദ്ദീഖ എൻ്റെ കൂടെ ആ ഗാനം ആലോചിക്കുകയാണ്. സിദ്ദീഖ പ്ലീസ് കം. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക സിദ്ദീഖ.
അടുത്തത് മറ്റൊരു ഗാനമായി അനഘ രാജഗോപാൽ കാനാക്കിനാക്കുത്തിരി എന്ന് ഗാനം. പ്ലീസ് കം.
Hamza Patwa. Please come. പരിവളകൾ ചേർന്നു കിലുക്കി താമരയിതൾ വിളികൾ തിളങ്ങി അരുവി മണി വീവിട വീസായി മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി പരിവളകൾ ചേർന്നു കിലുക്കി താമരയിതൾ വിളികൾ തിളങ്ങി അരുവി മണി വീവിട വീസായി മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി മാമാങ്കം കൊള്ളും മോഹം മഴകാരിൽ പൂമഴ പെയ്തു മാമാങ്കം കൊള്ളും മോഹം മഴകാരിൽ പൂമഴ പെയ്തു ഉന്നാര ചുണ്ടിൽ പതറി മിന്നൽ പോൽ പുഞ്ചിരി പൂത്തു ആനന്ദ കണ്ണിൽ കുളിരവ കാറ്റി ആരാധന നെഞ്ചിൽ പൂമുണ്ട് ആനന്ദ കണ്ണിൽ കുളിരവ കാറ്റി ആരാധന നെഞ്ചിൽ പൂമുണ്ട് പരിവളകൾ ചേർന്നു കിലുക്കി താമരയിതൾ വിളികൾ തിളങ്ങി കരുണൈ മണി വീതി വീസായി മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി വൈരം വെച്ചുള്ളൊരു താലി മണിത്താലി പൊന്നേലസ് വൈരം വെച്ചുള്ളൊരു താലി മണിത്താലി പൊന്നേലസ് പൂമണകം പട്ട് കവീസ് പൂങ്കാവിൽ പൊന്നലിക്കർക്ക് കല്യാണമാരന് സമ്മാനം കിട്ടി ഉല്ലാസ താരക പോട്ട് കല്യാണമാരന് സമ്മാനം കിട്ടി ഉല്ലാസ താരക പോട്ട് ഉല്ലാസ താരക പോട്ട് പരിവളകൾ ചേർന്നു നിലുക്കി താമരയിതൾ വിളികൾ തിളങ്ങി കരുണൈ മണി വീവിട വീസായി മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി പരിവളകൾ ചേർന്നു നിലുക്കി താമരയിതൾ വിളികൾ തിളങ്ങി കരുണൈ മണി വീവിട വീസായി മണിയറയിൽ നിന്നു വിളങ്ങി മണിയറയിൽ നിന്നു വിളങ്ങി. അബ്ദുൾ റൌഫ് എന്ന പാർട്ടി അവതരിപ്പിക്കുന്ന അതിമനോഹരമായ കോൽക്കളിയാണ് അടുത്തതായിട്ട് ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. ഈ കോൽക്കളി സംഘത്തിൽ പങ്കെടുക്കുന്നത് അബ്ദുൾ റൌഫ്, അദ്ദേഹമാണ് ഈ കോൽക്കളിയുടെ പ്രധാന ഗുരുക്കൾ. മുഹമ്മദ് ജാബിർ, ജാസർ അമീൻ, മുഹമ്മദ് നബീൽ VP, അഖീദ് സമാൻ, ജമീഷ് നജാഫ്, ജംഷീദ് അൻസാർ M, സിറാജ്, ഷജീഷ്, എല്ലാ കൂട്ടുകാരെയും സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.
14 നൂറ്റാണ്ടുകൾക്കപ്പുറം പരിശുദ്ധ മരുഭൂമിയിൽ പിറന്നോരോമന പൈതൽ അബ്ദുള്ള ദമ്പതികൾക്ക് അല്ലാഹു നൽകിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു